ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സില്ലി റോയൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സില്ലി റോയലിന്റെ ഗെയിം പ്ലേ ആണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. സില്ലി റോയൽ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ സില്ലി റോയലിൻ്റെ ഓരോ വീഡിയോസ് നമ്മളിങ്ങനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തും. സോ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഇവന്റ് വന്നിട്ടുണ്ട്. ഡെവിൾസ് പ്ലേ ഗ്രൗണ്ടിൻ്റെ കൂടെയാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. സോ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ടീമായിട്ട് നമ്മുടെ ഒരു ടീമിൻ്റെ പിന്തുണയോട് കൂടി നമുക്ക് ആ ഒരു ഗെയിം കളിക്കാൻ പറ്റും. ആ ഗെയിം കളിക്കുന്ന ടൈമിൽ കോയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്രത്തോളം ഗോൾഡ് നമ്മൾ കളക്ട് ചെയ്യുന്നോ അത്രത്തോളം പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റ് വെച്ചിട്ട് അടുത്ത നമ്മൾ സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഡെവിൾസ് പ്ലേ ഗ്രൗണ്ടിലോട്ടാണ്. അവിടെ നിന്ന് കളിച്ച് നമ്മൾ ആ ഒരു ടീമിൻ്റെ ആ ഒരു പിന്തുണ വെച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ കളിക്കാൻ പോകുന്ന റൂൺജെറി ഉണ്ട്, റാൻഡമൈസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ പെർഫെക്റ്റ് ഗെയിമിംഗ് മെച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് കളിക്കുന്നത്. നമ്മളൊരു ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. സോ ആ ടീമായിട്ട് കളിക്കുമ്പോൾ എന്തായാലും അതിനൊരു ഒരു ഇത് കാണുമല്ലോ, ഒരു രസം കാണും. അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞ് കളിക്കാൻ പറ്റും. സോ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു ഗെയിം കളിക്കാൻ നോക്കുക. നിങ്ങൾ ഗെയിം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ അവിടെ കിടപ്പുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കളിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും കളിക്കുക. നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. BGM ഒരു വാഴ BGM ആണ് സംഭവം. ബാക്ക്ഗ്രൗണ്ട് നിർത്തിയിട്ട് ഒന്ന് കളി തുടങ്ങുമോ പ്ലീസ്? തുടങ്ങൂല എന്ത് ചെയ്യും? ഞാൻ വേറെ ലോബി തുടങ്ങാം, അതാണ് നല്ലത്. ഭീഷണിപ്പെടുത്തോടാ. ഡെവിൾസ് പ്ലേ ഗ്രൗണ്ട് ഇതെന്താ ഇത് ഡെവിൾസ് പ്ലേ ഗ്രൗണ്ട് അല്ലേ? അതല്ല, ഈ പുതിയ ഐറ്റത്തിന് സംഭവം എന്താ? അവിടെ കുറെ ഗോൾഡ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഗോൾഡ് കളക്ട് ചെയ്യുന്ന ടീം പിന്നെ സ്കോർ കൂടുതലായിരിക്കും. അപ്പൊ ബേസിക്കലി വാര്യ ഗ്രീൻ ടീമാണ്. ഓക്കെ, ഇതാണ്ടോ നമ്മള് രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് തട്ടിടിച്ച് അപ്പൊ പോയിന്റ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ അത് മാത്രമല്ല ഇത് മൗസ് കൊണ്ട് ട്രാക്ക് ആണ്. ഏരിയയിലോട്ട് മൗസ് കൊണ്ട് ട്രാക്ക് ആണ്. നമ്മുടെ ടീം മാത്രമല്ലല്ലോ. ഓക്കെ, ഞാൻ സിയിലേക്ക് മാർക്ക് ചെയ്യാണ്. സിയിലേക്ക് ഞാൻ പോവാണ്. സെന്ററിലോട്ട് മാർക്ക് ചെയ്യണേ. റാൻഡം സെന്റർ പിടിക്കില്ലേ? റാൻഡം എന്റെ മുകളിലത്തെ എയിലേക്കോ ഞാൻ ചാടി ചാടി. എനിക്കറിയാൻ മേല ഇത് എങ്ങനെ ചെയ്യണ്ടേന്ന്. പിടിച്ച് വലിയ ക്യാരക്ടറിനെ വലിക്കി. ഞാൻ വലിച്ചോണ്ടിരിക്കുക കോപ്പ്. ഇപ്പഴല്ല, ഇനി വലിക്കി. ഓക്കെ, ഞാൻ സിയിലേക്ക്, ഗെയിമർ ബോയ് ഡിയിലേക്ക് പോക്കോ, ജെറി മോളിലേക്ക്, റാൻഡമൈസ് നടുക്കിലേക്ക്. ഞാൻ എന്റെ തൊട്ടിപ്പുറത്തുള്ളവര് ചാടുക. പക്ഷെ ഗോൾഡ് കേട്ടി. ഞാൻ എയിലേക്ക് ചാടാം. ഓക്കെ, റാൻഡമൈസ്ഡ് റാൻഡം താഴത്തോട്ട്, ഞാൻ മേളിലോട്ട്, GB റൈറ്റിലോട്ട്, ഡിയിലേക്ക് മനസ്സിലായി. അത് മനസ്സിലായി, നിനക്ക് മനസ്സിലായി നേരത്തെ. 18 പോയിന്റ് ഉള്ളൂടാ. 18 പോയിന്റ് ഇപ്പൊ കൊടുക്കും. 35. ഓക്കെ, ലീഡ് കിട്ടും. ഓക്കെ, എടാ ഞാൻ മുകളിലേക്ക് ആണേ. ഞാൻ ഡിയിലോട്ട് പോവാ. ഇല്ല, ഞാൻ അതാ ടോം താഴത്തേക്കായിരുന്നു പോയിരുന്നെങ്കിൽ കുറച്ച് ഒരു പോയിന്റും കൂടെ കിട്ടിയെന്നെ. അല്ല, ഞാൻ മുകളിലേക്കായിരുന്നു കൂടുതല്. മിസ്റ്റർ റാൻഡം ലെഫ്റ്റ്, ടോം റൈറ്റ്, GB റൈറ്റ്, ഞാൻ മേളിലോട്ട്. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ആണോ? ഞാൻ റൈറ്റ് ആവോണ്ട്. അയ്യോ ബി പോയി. ലെഫ്റ്റിലോട്ട് പോവാ. നീ ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷൻ ഇപ്പഴാ കളി മനസ്സിലായത്. ഓക്കെ,
എ ഒക്കെ പറഞ്ഞാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ എ അതാ പറഞ്ഞേ. ഓക്കെ ഓ ഇത് കളിക്കണോ? ഇനി ഡബിൾ ഇനി ഇത് കളിക്കണം. അതാണ് ഫൈനല്. വാട്ട് ഈ കാട്ടുമോ ഈ കാട്ടം എന്നാലേ നമ്മള് ജയിക്കത്തുള്ളൂ. ഓക്കെ വാട്ട് ബ്രോ ദിസ് ഈസ് നോട്ട് ഗുഡ് ബ്രോ. കാട്ടം അതിനതാ പറയാ നമ്മൾ ഗോളില് മാക്സിമം ഹൈസ് ചെയ്ത് പിടിച്ചാലാണ് നമുക്ക് ഇതില് ഹൈസ്റ്റാ? കിട്ടുള്ളൂ. ഹൈസ്റ്റോ? അല്ല അടിച്ചു മാറ്റി. ഓ എന്റെ ദൈവമേ. നിങ്ങൾ രണ്ട് പച്ചത്തീക്കൾ ഇരിക്കുന്നു കാട്ടങ്ങൾ. ആടാ പച്ചത്തി രണ്ടെണ്ണം ഉണ്ടല്ലേ പറയും പോലെ. അത് നമ്മളെ സെയിം ടീമാന്ന് അറിയാൻ വേണ്ടിയാണ് മിസ്റ്റർ. ആ പക്ഷെ സെയിം ആള് തന്നെയാന്ന് പറയുന്നത് എല്ലാരും. ഇതിലവിടെ ചത്ത് റാൻഡം. ബ്ലൂ ടീമിലുണ്ട്. നമ്മളല്ലേ ടീമാണ് പോകുന്നത്. വൈപ്രോ അതിട്ടടാ നീ അങ്ങനെ ഒരു ടോക്ക്. റാൻഡം നല്ല റാനോ റാൻഡോ അല്ല കൊടുത്ത പക്ഷെ മറ്റേ തീയ ചത്തോയെന്ന്. അതാ തീ മാറിപ്പോയതാണ് ഗെയിമിന്. കുഴപ്പമില്ല. ഈ ഡിസ്കൗണ്ട് ഓക്കെ ഞാനിവിടെ നിക്കണ്ട്. ഏതിലേക്ക് മാറും? ഞാനിവിടെ നിക്കാം. ഓക്കെ നമ്മള് ലീഡ് നമ്മള് ജയിച്ചു. എന്റെ മോനെ ഇത് ടാസ്ക് ആണ്. ഓക്കെ ഞാൻ ഇവിടെ നിക്കാം. ഇത് നല്ല ടാസ്കാ. ആ സ്ലോ ആകുമ്പോ മാത്രം നടന്നാ മതിയാടാ. പെട്ടെന്ന് സുഖമായിട്ട് പിടിക്കുക. ഓക്കെ ഓക്കെ നൈസായിരുന്നു നൈസായിരുന്നു. 145 പോയിന്റ് ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റ്. തകർത്തേന എന്റെ ഗോൾഡിൽ നമ്മള് ഫസ്റ്റ് അല്ലായിരുന്നോ? ആ ഗോളില് ഗോളില് കുറച്ചുകൂടി കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്കോർ കിട്ടിയ. അപ്പൊ നമ്മൾ അടുത്ത കളിക്കല്ലേ? അപ്പൊ ഞാൻ ഇവന്റ് പോയിട്ട് എടുക്കുന്നുണ്ട്. 50 രൂപ എന്റെ പോക്കുന്ന 50 രൂപ എടുത്ത് കൊടുക്കും കേട്ടോ, മനസ്സിലാക്കണം. എന്നിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ. തറവാട്ടിന്ന് എടുത്ത് കൊടുക്കുന്നതൊക്കെയാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. പിന്നെ അതിന് കുറച്ച് ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കിയ സാധനമാണ്. അല്ല പിന്നെ വെറുതെ എടുത്ത് വെച്ചാൽ പിന്നെ ഉരുട്ടിയല്ലോ അഭിനയിച്ച് തകർക്കൊന്നുണ്ട് നീ. ഞാൻ അഭിനയിച്ച അമിതാഭ് ബച്ചൻ അല്ല അതിന്റെ അപ്പുറത്ത്. വേണ്ട 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 പ്ലീസ്. നമ്മൾ വീണ്ടും ഗ്രീൻ ABC പറയാം, അല്ലാതെ ലെഫ്റ്റ് റൈറ്റ് പറയാം. കൺഫ്യൂഷൻ ആക്കല്ലേ. ഓക്കെ ഞാൻ പറയാം ഞാൻ IGL. മാക്സിമം ഇത് കോയിൻസ് ഉള്ള സ്ഥലം പറയണം കേട്ടോ. ഏറ്റവും അവസാനം ഒന്ന് മാത്രമേ ഇതാവാൻ പാടുള്ളൂ. ഓക്കെ അപ്പൊ ഞാന് സീലോട്ട് ചാടാം. വെയിറ്റ് അങ്ങനെ പറയല്ലേ. ഞാൻ അടുക്കളോട്ട് പോവാം. ഞാൻ മുകളിലേക്ക് പോവാന്ന. ടോം താഴത്തോട്ട്, GB ലെഫ്റ്റ് അല്ല GB റൈറ്റ്, റാൻഡം ലെഫ്റ്റ്. ടോം ഞാൻ നടക്കാണ്. IGL മര്യാദക്ക് വിളിക്കും. ഞാൻ സീലോട്ട് അല്ല ഞാൻ സീലോട്ട്, നീ നടുക്ക് GB നടുക്ക്, നീ മറ്റേ താഴത്തോട്ട് ഡിയിലോട്ട്, ടോം ഡിയിലോട്ട്, ജെറി മറ്റേ റൈറ്റ് എയോട്ട്, മറ്റേ എയിലോട്ട്. പറഞ്ഞു കളിക്കാൻ പറഞ്ഞവനാണ് റൈറ്റ് ലെഫ്റ്റ് അവനെ എവിടെ ചാടണെന്ന് അറിയാം. ഞാൻ പറയാ ഞാൻ എയിലോട്ട് പോവാമേ. ജെറി ഗെയിമർ ബോയ് ഡീപോ. അയ്യോ ഡിയോ അയ്യോ ഇവരെ കൊണ്ട് തോറ്റ് ഞാൻ. എടാ ജെറി ലെഫ്റ്റ് പോ, എ പോ, ഗെയിമർ ബോയ് സി പോ, റാൻഡം ഡി പോ, ഡി ഡി ഡി. ഞാൻ നടുക്ക് പോയി. ഓക്കെ ഓക്കെ ഓ ആവട്ടെ. ഓക്കെ സമാധാനം. അങ്ങനെ നീ ഒന്നും നോക്കണ്ട. അതല്ല, റാൻഡം ഡിയിലോട്ട് മാത്രം പോയാൽ ബാക്കി എല്ലാരും വേറെ എങ്ങോട്ടെങ്കിലും പോ. എടാ ജെറി ബി പോ, ഗെയിമർ ബോയ് സി പോ, റാൻഡം ഡി പോ, ഞാൻ നടക്കുക. ഞാൻ നടക്കുപോയി.
അയ്യോ ഞാൻ നടക്കുവേ. പറ്റില്ല ഞാൻ നടക്കുപോയി. ഓ അപ്പൊ മാറ്റിയാനെ ജസ്റ്റ് ചൂസ്. എന്റെ മറ്റേ പെർപ്പിളും പറഞ്ഞ അല്ലല്ല. ഓ 73 പോയിന്റ് 73 അതിൽ നമുക്ക് 100 പോയിന്റ്സ് എത്ത എന്ത് രസമെന്നല്ലേ 100 പോയിന്റ്സ് ഫുള്ള് 100 അല്ല ഫുള്ള്. 100 അല്ലെന്നോ 100 അല്ല 100 എത്തൂല. 80 ആയിരിക്കും ചെലപ്പോ. ഓക്കെ അപ്പൊ അടുത്ത മാച്ച് നമ്മുടെ അതിന്റെ ഇത് 73 ആ. 73 73. Come on, come on boys. ഇതില് പിടിക്കാം നമുക്ക്. Come on, girls. അതില് കേൾച്ചോടാ Random. നാറി പ്യാരി ഇല്ല അവൻ കുളിക്കാറുണ്ട് നിന്നെ പുള്ളിയല്ല ഞാൻ കുളിച്ചേ ഉള്ളൂ. അതിന് കുളീന്റെ ആയോടാ പറഞ്ഞേ നീല നാറിന്ന് പറഞ്ഞ് നാറിന്ന് പറഞ്ഞു. ഓ പുതിയ സാധനമാണോ? അല്ലല്ല അത് ഞാൻ പണ്ട് ഉപയോഗിച്ചാണ്. ആ കിട്ടിയല്ലോ. എടാ ദേ ഒരുത്തൻ ചത്തില്ലല്ലോ. ചത്ത് വയലറ്റ് ടീമിൽ ഒരാൾ പോയിട്ട് വയലറ്റ് നമുക്ക് പോയിന്റ് എക്സ്ട്രാ വയലറ്റ് ടീമിൽ ലീഡിങ് നമ്മുടെ ബാക്കിലുള്ള ഇനി അടുത്തേല് നീ ചാവണ്ടിരുന്നാ മതി. ഞാനിവിടെ ഇതില് എനിക്ക് ചാവണം. എന്നാടാ എന്താ 85 പോയിന്റ്സ് നമ്മള് കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞതിൽ നമ്മള് 145 അല്ലേ ഇത് നമുക്ക് കൂട്ടാട്ടോ കൂട്ടാൻ പറ്റുമോ? ആദ്യം ജയിക്കാൻ പറ്റുമോ നോക്ക് നീ. നമ്മള് ജയിക്കും സിമ്പിളാ രണ്ടും എളുപ്പവഴി ഉണ്ട് കീബോർഡിൽ കാൽക്കുലേറ്റർ ആണ് എടുത്തു കൂട്ട് റാൻഡ് അങ്ങനെയൊക്കെ ജയിക്കണേ. റാൻഡ് ഇങ്ങോട്ട് ആരെ മാമിയെ പിടിക്കാൻ പോയതാ റാൻഡ് റാൻഡ് ജസ്റ്റ് ഇപ്പൊ മമ്മീനെ നോക്കാൻ പോയതാണ് ഇങ്ങോട്ട്. ഞാൻ ഇവിടെ നേരെ പ്യാരി സോനാരി. ഈ നമുക്ക് പക്കാ ലീഡിങ് ആക്കാം. 105 എന്റെ പൊന്നെ നമ്മുടെ കില്ലാടി. ആടി 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 ചെറിയ അടി ഞാൻ ആടി. എന്നെ ബോഡി ബ്ലോക്ക് ചെയ്ത് എന്നെ ബോഡി ബ്ലോക്ക് ആരും ഓടിയുള്ളൊക്കെ ജീബി 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 ഞാൻ ഇവിടെ ഓ ഇതെനിക്ക് ഇഷ്ടമല്ല ജീബിനെ ബോഡി ബ്ലോക്ക് ചെയ്തു. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ നിൽക്കുന്നോടത്തായിരിക്കും വരാൻ ചാൻസ് ഞാൻ പറഞ്ഞു അയ്യോ ജീബി പോയി പോയാ ജീബിനെ ബോഡി ബ്ലോക്ക് ചെയ്തു. എന്നെ ബോഡി ബ്ലോക്ക് ചെയ്ത് നീ ജീബി ബോഡി ബ്ലോക്ക് ചെയ്തു. ഇത് സിമ്പിൾ സാധനം. 136 പക്ഷെ ഇത് സെക്കൻഡ് ടീം 103 എത്തിട്ടാ വേറെ കാര്യം കഴിഞ്ഞതിലും ചെയ്യുന്നത് നീ റീപ്ലേ അടിച്ചേ ഹോസ്റ്റ് ഹോസ്റ്റാ ഓക്കെ